രണ്ട് തവണ രണ്ട് ഭാര്യമാർ ഡൈവോഴ്സ് ചെയ്ത് പോയൊരു വ്യക്തി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടൊരു വ്യക്തി, അയാൾ വീണ്ടും പാർലമെന്റ് സ്ഥാനാർത്ഥിയാക്കി. എന്നിട്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ 4.5 കൊല്ലത്തെ അടയിരുന്നതെന്നുള്ളതിൻ്റെ രഹസ്യപ്പോൾ മനസ്സിലായി. കാരണം ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പിണറായിക്ക് അറിയാം, അദ്ദേഹത്തിൻ്റെ 2 വിശ്വസ്തർ അകത്താവും, മുകേഷും സിനിമാ സംവിധായകൻ രഞ്ജിത്തും. ഈ രഞ്ജിത്തിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നോർത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. പക്ഷേ ജില്ലാ കമ്മിറ്റിയിൽ ശക്തമായിട്ടുള്ള എതിർപ്പ് വന്നതിനെ തുടർന്നാണ് തോട്ടത്തിൽ രവീന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കി. അപ്പൊ ഈ 2 പേരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബന്ധമൊന്നുമില്ല, പിണറായിയുടെ 2 വിശ്വസ്തരാണ്. ഇത് മൂടി വയ്ക്കാനാണ് 4.5 കൊല്ലം ഈ റിപ്പോർട്ടിന്റെ മേലെ പിണറായി അടയിരിക്കുന്നത്. ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടേണ്ടി വന്നപ്പോഴും മുകേഷിന് ഉൾപ്പെടെയുള്ള പേര് പുറത്തു വന്നില്ല. കാരണം ഗവൺമെന്റ് മനഃപൂർവ്വം റിപ്പോർട്ട് പുറത്തു കാണിച്ചില്ല, ആ ഭാഗം മാറ്റിവെച്ചു. പക്ഷേ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ ഒരുപാട് നടിമാർ പരാതിയുമായിട്ട് മുന്നോട്ട്. അങ്ങനെയാണ് മേൽപ്പറഞ്ഞൊരു നടി, ഇപ്പൊ ഒരു ഇരയുടെ സ്ഥാനമായതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല, അതിനിപ്പോ പരാതിക്കാരിയാകുമ്പോ ഇരയുടെ സ്ഥാനത്തായി. അവര് പറഞ്ഞെന്താ, മുകേഷ് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. നിങ്ങളുടെ അന്നത്തെ ചാനലില് മുകേഷ് പറഞ്ഞത് എല്ലാവരും കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഏതായി നടി എനിക്കറിയില്ല, ആദ്യ ദിവസത്തെ പ്രതികാരം എനിക്കറിയില്ല എന്ന് പറഞ്ഞ് മുകേഷ് എങ്ങനെയാണ് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 1 ലക്ഷത്തിന്റെ കഥയായിട്ട് ഇറങ്ങി. ആദ്യ ദിവസം നീ നടിയെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ മുകേഷ് 2-ാം ദിവസം എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു, 1 ലക്ഷം രൂപ എന്നോട് ചോദിച്ചു എന്നുള്ള കഥ ഉണ്ടാക്കിയത് ആരുമായിട്ട് ആലോചിച്ചിട്ട് തിരക്കഥ ഉണ്ടാക്കി. അതിൻ്റെ കൂടെ എന്നും കൂടെ പറഞ്ഞു, ഞാനൊരു മാർക്സിസ്റ്റുകാരനായതുകൊണ്ടാണ് എനിക്കെതിരെ പരാതി വന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് അനുഭാവിയായിരുന്ന സിദ്ദീഖ് ഉണ്ടായിരുന്നല്ലോ കേസിലെ പ്രതി, അദ്ദേഹത്തിനെതിരായിട്ടും പീഡന കേസ് വന്നല്ലോ, ഞങ്ങൾ ആരെങ്കിലും ന്യായീകരിച്ചോ? ഇല്ല. മണിയമ്പിള്ള രാജു, അദ്ദേഹം തിരുവനന്തപുരത്ത് എൻ്റെ വീടിൻ്റെ അടുത്താണ്, ഞാൻ 2 തവണ മത്സരിച്ചപ്പോൾ എനിക്ക് വോട്ട് ചെയ്തിട്ടുള്ള. പക്ഷെ അദ്ദേഹം ഈ കേസിൽ പ്രതിയായപ്പോൾ അദ്ദേഹത്തിനെ ഞങ്ങൾ ന്യായീകരിച്ചില്ല. ഞങ്ങളുടെ അഡ്വക്കേറ്റ് സംഘടനയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പേരിൽ പരാതി വന്നപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് ആക്ഷൻ എടുത്തു. ഞാൻ ചോദിക്കട്ടെ, 7ഓളം ആളുകളുടെ പേരിൽ നിങ്ങളിപ്പോൾ സ്ത്രീ പീഡനം, ഭവന വേതനത്തിനൊക്കെ ചേർത്ത് കേസെടുത്തിട്ടുണ്ടല്ലോ, എന്നിട്ട് എന്താ ആരും അറസ്റ്റ് ചെയ്യാത്തത്? നിങ്ങൾ മുകേഷിന് കോടതിയിൽ പോയി താൽക്കാലിക സ്റ്റേ കിട്ടുന്നവരെ കാത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ബാക്കി അതുപോലെ ഞങ്ങൾ പുറത്താക്കിയൊരു വിദ്വാനും സ്റ്റേ കിട്ടിയിട്ട് ഇന്നാണ് അതിൻ്റെ ഡേറ്റ്. ഈ 2 പേരൊഴികെ രഞ്ജിത്തിന് ഇതുവരെ ഒരു സ്റ്റേ കിട്ടിയിട്ടില്ലല്ലോ, മറ്റുള്ളവർക്ക് സ്റ്റേ കിട്ടിയിട്ടില്ലല്ലോ. പീഡനവും സ്ത്രീ പീഡനവും അടക്കമുള്ള ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളിൽ പ്രതിയായ കൊല്ലം MLA ശ്രീ മുകേഷ് തൽസ്ഥാനം രാജിവെച്ചൊഴിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലം നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ആരംഭിക്കുന്ന രാപ്പകൽ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു മുഖവരുടെയും ആവശ്യമില്ലാത്ത കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മികച്ച പ്രഗത്ഭനായ വാഗ്മി കൂടിയായ മുൻ KPCC